കയറിയപ്പോൾ കണ്ടപ്പോൾ ഈ വാർഡ് തുറന്നപ്പോൾ അവിടെ ഞാൻ കയറിയാണ്ട് ചെല്ലുന്നത് തന്നെ ഞാൻ ഈ പറഞ്ഞ റൂമിൽ സാധനങ്ങളൊക്കെ പുറത്തിട്ടിരിക്കുകയാണ്. ബാക്കി ഈ സാധനങ്ങളൊക്കെ ഇതിനുള്ള ഇതൊക്കെ തിരൂർ മംഗലത്ത് തിരുവോണ നാളിൽ വീടിന്റെ പൂട്ട് തകർത്ത് കവർച്ച. വിറക് കച്ചവടത്തിനായി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 1.5 ലക്ഷം രൂപ നഷ്ടമാവുകയും ചെയ്തു. കവർച്ച നടന്നത് ആവണക്കാട്ട് തിരുത്തുമ്മൽ വീട്ടിൽ അറുമുഖന്റെ വീട്ടിലാണ്. വീടിന്റെ പുറകുവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്താണ് അകത്ത് കടന്നിട്ടുള്ളത്. രാവിലെ 7 മണിയോടെ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നതെന്ന് അറുമുഖൻ പറഞ്ഞു. കയറിയപ്പോൾ കണ്ടപ്പോൾ ഈ വാർഡ് തുറന്നപ്പോൾ അവിടെ ഞാൻ കയറിയാണ്ട് ചെല്ലുന്നത് തന്നെ ഞാൻ ഈ പറഞ്ഞ റൂമിൽ സാധനങ്ങളൊക്കെ പുറത്തിട്ടിരിക്കുകയാണ്. അൾമാരൊക്കെ തുറന്ന് കിടക്കുന്നത്. പിന്നെയാണ് അപ്പുറത്ത് അങ്ങോട്ട് വടക്കോട്ട് നോക്കിയപ്പോൾ ഇത് പൊളിച്ച് കിടക്കുക ആ ഭാഗത്തിൽ കൂടെ. അപ്പോൾ ഈ വാതിൽ ഞാൻ തുറന്നതാണല്ലോ. അപ്പുറത്ത് പോയപ്പോൾ അതാണ് സംഗതി ഉണ്ടായത്. അപ്പോഴാണ് എത്ര രൂപ നഷ്ടമായത്? എവിടെയാണ് വെച്ചിരുന്നത്? അത് ബാഗിലായിരുന്നു പൈസ വെച്ചിരുന്നത്. ഒരു ലേഡീസ് ബാഗ്, ഭാര്യൻ്റെ ഒരു ബാഗ് ഉണ്ടായിരുന്നു, അതിലായിരുന്നു വെച്ചിരുന്നത്. ഇന്നലെ ഞാൻ ഇവിടെ അടിച്ചൊക്കെ വൃത്തിയാക്കി അതിൽ വെച്ചതായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഞായറാഴ്ച രാത്രി വീട് പൂട്ടി ഉറങ്ങാനായി സമീപത്ത് താമസിക്കുന്ന മകൻ ജയപ്രകാശിന്റെ വീട്ടിലേക്ക് പോയതായിരുന്നു അറുമുഖൻ. സാധാരണ മക്കളോ പേരക്കുട്ടികളോ ഇവിടെ വന്ന് കിടക്കലാണ് പതിവ്. ഓണം പ്രമാണിച്ച് എല്ലാവരും വിരുന്നു പോയിരുന്നതിനാലാണ് ജയപ്രകാശിന്റെ വീട്ടിലേക്ക് അറുമുഖൻ പോയത്. തിരൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിവരികയാണ്. വിറക് കച്ചവട ആവശ്യത്തിനായി സൂക്ഷിച്ചിരുന്നതാണ് നഷ്ടമായ പണം. മരം വാങ്ങി വിറകാക്കി വിൽപ്പന നടത്തുന്നതാണ് അറുമുഖന്റെ രീതി. തിങ്കളാഴ്ച മരം കച്ചവടമാക്കാൻ കരുതി വെച്ചതായിരുന്നു പണം. വീടിന് സമീപത്ത് കുടുംബക്ഷേത്രമുണ്ടെങ്കിലും അവിടേക്ക് കവർച്ചക്കാർ എത്തിയിട്ടില്ല. 7 മണിയാകുമ്പോൾ ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് ഞാൻ അങ്ങോട്ട് പോയതാണ്. പിന്നെ കാലത്തൊരു 7 മണി ആയിട്ടുണ്ടായിരിക്കും ഞാൻ അവിടെ വന്നപ്പോഴാണ് ഇത് കാണുന്നത്. അപ്പോഴത് കണ്ടപ്പോൾ അതായത് ആസൂത്രണമായി ക്ലിയർ ആയിട്ട് എടുക്കണ്ട. ഓക്കെ.